അത് നിങ്ങൾ പറയണ ഞങ്ങൾ സുന്ദരിയാണോ? നമ്മളെപ്പോഴും ഒരു പോരാട്ടം നടത്തുമ്പോൾ എന്തിനാണ്? പോരാട്ടം നടത്തുന്ന ഭരണത്തിൽ ഇരിക്കാൻ തന്നെയാണ്, ഭരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഭരണം ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നെറ്റ് ടു നെറ്റ് ഫൈറ്റാണ്. എവിടെയാണ് 110 സീറ്റ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 80 സീറ്റിലായി. 58 സ്ഥലത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ LDF ആണ്. അതിൽ 39 സ്ഥലത്ത് 10,000 വോട്ടിന് താഴെയാണ്. 39 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ താഴെയാണ്. 3 മണ്ഡലങ്ങൾ 1000 വോട്ടിന് താഴെയാണ്. ഇത് അങ്ങോട്ട് മറിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. ആ CC തമ്പി മാത്രമല്ല, അവിടെ പലരുമായിട്ട് സന്ദർശനം നടത്തി ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തെളിവുണ്ടോ ഞാൻ അവരുടെ വീട്ടിൽ പോയെന്നുണ്ടോ? ഞാൻ അവരുടെ വീട്ടിൽ പോയെന്നുള്ള തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറയാം. ഞാൻ പലരുമായിട്ട് സന്ദർശിച്ചിട്ടുണ്ടോ. കഴിഞ്ഞ ദിവസം ആരോണ്ടോ ചോദിച്ചു, ഒരു ആളുടെ പേര് പറഞ്ഞു, അത് മുസ്ലിം ലീഗാന്ന് പറഞ്ഞു. എനിക്കറിയാം അദ്ദേഹം മുസ്ലിമാണ്. മുസ്ലിം ലീഗാണോന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വീട്ടിൽ ഹൗസ് വാമിങ് മലപ്പുറത്ത് പോയിട്ടുണ്ട്. ഇനിയാണെങ്കിലും ഞാൻ പോകും. ആരെന്നാ പറഞ്ഞാലും ഞാൻ പോകും. എൻ്റെ സുഹൃത്താണ്, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. ജനങ്ങളിൽ കൃത്യതയോടുകൂടി ഇപ്പം പല കാര്യങ്ങൾ, എത്രയോ കാര്യം, ക്ഷേമ പദ്ധതിയുടെ കാര്യങ്ങളിൽ, ക്യാൻസർ രോഗികൾക്ക് KSRTC സൗജന്യമായി യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ഇപ്പോൾ 1000 രൂപ ഈ പറയുന്ന 40 വയസ്സിനും 30 അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇത്രയും ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഇത് പറയല്ല. പക്ഷെ എവിടെയാണ് വിഷയമുള്ളത് അവിടെയൊക്കെ സഹായം ചെന്ന് എത്തിയിട്ടുണ്ട്. പക്ഷെ ആ സഹായം ചെന്ന് എത്തിയത് അതിന്റെ പൂർണ്ണ മെരിറ്റോടുകൂടി ചെന്ന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കുടിവെള്ളം. വെറും 17 ലക്ഷം കുടിവെള്ളം കുടുംബങ്ങൾക്കുള്ളത് ഇപ്പം 44 ലക്ഷം. അത് ഏറ്റവും പ്രധാനമല്ല. വൈദ്യുതി, കുടിവെള്ളം, പാർപ്പിടം. അപ്പോൾ ഈ പാർപ്പിടം എന്ന് പറയുമ്പോൾ 5 ലക്ഷം പേരുടെ അടുത്ത് ഈ 5 വർഷം കൊണ്ട് 4,71,000 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഏകദേശം 3 പേര് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് എത്ര പേർക്ക് ആശ്രയമായി വരുന്നത്. അപ്പൊ ഇതൊക്കെ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനത് അത്ഭുതപ്പെടുക എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അത് പണ്ട് കാലത്ത് നമ്മൾ ഇടതുപക്ഷം ചെയ്യുന്നത് മൈന്യൂട്ടായിട്ട് വീടുകളിൽ കൊണ്ട് എത്തിക്കുന്നത് പോലെ അത് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അതല്ല. ചിലപ്പോൾ ഒരു പക്ഷേ മാധ്യമങ്ങൾ ആ നേട്ടങ്ങൾ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ആരോപണത്തിലേക്ക് കൊണ്ട് എത്തിച്ചുകൊണ്ടാകാം. ഈ അപേക്ഷ നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. പക്ഷെ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷമാണ് സ്ഥലം ഐഡന്റിഫൈ ചെയ്തത്. ഇത് ഒരു 6 മാസക്കാലമായി ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ഇപ്പോൾ അതിന്റെ സമയം കിട്ടിയപ്പോൾ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് സ്ഥലം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് റവന്യൂ സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം നമുക്ക് കിട്ടിയെങ്കിലേ ഉള്ളൂ. അത് ഐഡന്റിഫൈ ചെയ്ത് സൂട്ടബിൾ ആയിട്ട് കിട്ടിയെങ്കിലേ ഉള്ളൂ. എനിക്ക് നെയ്യാർ ഡാമിൽ കിട്ടിയായിരുന്നു, എൻ്റെ അടുത്ത് കിട്ടിയായിരുന്നു. അതുകൊണ്ട് മാണി സാറിന് ഒരു സ്മാരകമല്ല, ഒരു സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അതുകൊണ്ട് എനിക്ക് പ്രയോജനം, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയതുകൊണ്ടെന്ന് മാത്രമേ. അല്ല, കാരുണ്യ പദ്ധതിയിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിന്റെ പദ്ധതിയും കൂടെ ക്ലിപ്പ് ചെയ്തു. കേന്ദ്രത്തിന്റെ, ഞാൻ ആ സ്കീമിന്റെ പേര് ഞാൻ മറന്നുപോയി. അതെ, അത് ആരോഗ്യ ഇൻഷുറൻസ് ആണ്. 5 ലക്ഷം എന്ന് പറഞ്ഞ് 60-40% വെച്ചിട്ടുള്ള ഒരു റേഷ്യോ ആയിരുന്നു. പക്ഷെ അതിനകത്ത് ചില കമ്പനികൾ കേന്ദ്രത്തിന്റെ എടുത്ത് പകുതി, റിലയൻസ് ആണ് ആദ്യമേ എടുത്തത്, ഇട്ടിട്ട് പോയി. അപ്പോൾ ഇതിനകത്തൊരു ആ മേർജിങ്ങിനകത്ത് കൃത്യമായി പോകാത്തതിന്റെ ഒരു വിഷയം അതിനകത്ത് വന്നു. ഫണ്ട് ഇപ്പുറത്തേക്ക് 40% കൊടുക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാർ. അപ്പോൾ ലോട്ടറിയിലുള്ള ഫണ്ട് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു.
അതിലുള്ള ചില മാറ്റങ്ങളാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ കാരുണ്യ പദ്ധതി എന്ത് പറഞ്ഞാലും അത് നല്ലൊരു പദ്ധതിയാണ്, പറ്റുമെങ്കിൽ റിവ്യൂ ചെയ്ത് പോകണം. അല്ലല്ല, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ ഭരണമുണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ അവിടം വരെ പറഞ്ഞത് കറക്റ്റാണ്. അതിനുശേഷം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട്, അത് നിങ്ങൾ വിട്ടു. ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്, ആ ഇടതുപക്ഷമാണ് ഭരണത്തിൽ വരുന്നു എന്നും പറഞ്ഞു. എവിടെയാണ് ആദ്യം പറഞ്ഞായിരുന്നു അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ അതങ്ങനെ തന്നെ കരുതിയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ അജണ്ട ഞങ്ങൾ തുറന്നിട്ടില്ല. ഞങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആക്ഷേപിച്ച് പറയാൻ, ഞാൻ എൻ്റെ ഒരു ഭാഷ നോക്ക്, ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ ആരെയും ആക്ഷേപിച്ച് പറയാറുണ്ടോ? ഞാൻ ആക്ഷേപിച്ച് പറയാറില്ലല്ലോ. ഉത്തരങ്ങൾ കൊടുക്കും, വ്യക്തമായ വാക്കുകളിൽ ഞാൻ ഉത്തരങ്ങൾ കൊടുക്കും. പക്ഷെ അതിനുശേഷം ഞാൻ ഇന്നയാളെ കണ്ടു, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന, ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരു എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുമായ ഗൾഫിൽ പോയി 2 ദിവസത്തേക്കാണ് ഞാനിവിടെ പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ 5 MLA-മാരും അവിടെ ഈ പറയുന്ന പരിപാടിക്ക് പോയി. അവിടെ CPM-നോ ഇടതുപക്ഷത്തിനോ ഒരു പരാതിയില്ല. പിന്നെ ആർക്കും ഈ പരാതി? എന്നെ കണ്ടില്ല, ഞാൻ പോയില്ല. അത് ശരിയാണോ? അതങ്ങനെ വളച്ചൊടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ്, ആ സംശയം കൊണ്ടുവന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവെക്കും. മുന്നോട്ട് കൊണ്ടുവച്ചിട്ട് ഞങ്ങളുടെ ഈ ജനങ്ങൾക്കിടയിൽ സംശയം കൊണ്ടുവന്ന് എത്തിക്കുക, അത് ഒരിക്കലും ശരിയായില്ല എന്നുള്ളതാണ്. അത് ആരാകട്ടെ ചെയ്തത്, മാധ്യമങ്ങളുണ്ട്, അതിന് പിന്നിൽ വേറെ വല്ലവരും കാണും, ചെയ്തിട്ടുണ്ട്, ശരിയായില്ല. ഞാൻ തിരുവനന്തപുരമായിരിക്കും, കോഴിക്കോടായിരിക്കും, എനിക്കറിയോ. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അത് അവരോട് ചോദിക്കണം. വിസ്മയ ഏതൊക്കെയാണ് അവരുടെ ലിസ്റ്റിലുള്ളതെന്ന് ചോദിക്കണം. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് പിന്നീട് ആരാണ് ഇതിന് പിന്നിൽ? CPM മന്ത്രിമാരുടെ ചില സ്റ്റാഫുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിലുള്ളവർ പങ്കില്ലെന്ന് ചെയർമാൻ പറഞ്ഞു. ഇത് ആരാണ് ഇത് പ്രവർത്തിച്ചത്? ആരാണ്? അല്ല, ഞാൻ ചോദിച്ചത് CPM-ന്റെ അവിടെയുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് എന്തു പ്രയോജനം അവർക്ക്? ഞങ്ങളെ അപ്പുറത്തോട്ട് വിടാനാണ്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാർ കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പോവില്ല, ഞങ്ങളുടെ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചു. അത് നിങ്ങൾക്കേ പരിഹരിക്കാൻ പറ്റൂ. നിങ്ങൾ നീതി പറയാന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ സാർ. ഞങ്ങളുടെ പാർട്ടിക്ക്, ഞങ്ങളുടെ പ്രവർത്തകർക്ക്, ഞങ്ങളുടെ വിശ്വാസം, ഇത്രയും ആൾക്കാർ ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ലീഡേഴ്സ് ഓഫ് ക്രീം ഓഫ് കേരള കോൺഗ്രസ് പാർട്ടിയാ. അവർക്ക് സംശയമില്ലല്ലോ. പിന്നെ എന്താ? എന്തോ 13 സീറ്റല്ല, അതിൽ കൂടുതൽ 1 or 2 കൂടുതൽ ലഭിക്കണമെന്നുള്ളതാണ്. ഇന്നിപ്പോ അതിന്റെ ചർച്ച വന്നു. ആവശ്യപ്പെടും. പക്ഷെ നമുക്ക് ലഭിക്കണോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ആവശ്യം. അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ മത്സരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു. പാർട്ടികളെ തീരുമാനിക്കട്ടെ. ഇന്ന് ഞങ്ങൾ ചോദിച്ചു, ഓരോ ജില്ലാ പ്രസിഡന്റുമാരോട് ചോദിച്ചു, ഏത് സീറ്റാണ് ഓരോ ജില്ലയിൽ വേണ്ടത്. ചില ജില്ലകളിൽ വേണ്ട എന്ന് പറഞ്ഞു, കാരണം വിജയസാധ്യത കുറവായിരിക്കും. മറ്റു ജില്ലകളിൽ വേണം. മറ്റു ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആണ് ഇപ്പൊ വിജയിച്ചിരിക്കുന്നത്. ആ സീറ്റ് ഞങ്ങൾക്ക് തന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പാലക്കാട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത്, ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ജയിച്ചേനെ. ഇഞ്ചി കുശലൻ ഇഞ്ചി പോയോ? അവിടെ ഉണ്ട്. അത് അല്ല, അത് സ്വീകാര്യതയുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. സ്വീകാര്യത നമ്മൾ ചുമ്മാ വെറുതെ ഒരു ഹൈപ്പുണ്ടാക്കുകയല്ലോ. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളല്ല, ഇതിന്റെ ഇരട്ടി കാര്യങ്ങൾ. ഞങ്ങൾ ഇതൊക്കെ ഇടപെടുമ്പോഴും വെറുതെ ഒരു വിഷയം പറഞ്ഞിട്ട് ഞങ്ങൾ പോവല്ലോ. ആ വിഷയത്തിന്റെ പുറകെ നിന്ന് അതിനൊരു പരിഹാരം കാണുന്നത് വരെയല്ലേ. അല്ലാതെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? എവിടെയെങ്കിലും റബ്ബറിന്റെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? കടൽക്കരത്തെ സമരം നടത്തി പോവുകയാണ്. അതിന് പരിഹാര മാർഗം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. എന്തോ തദ്ദേശ സ്വയംഭരണ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ അത് തുറന്നു പറയുകയല്ലേ.
കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പെർഫോമൻസ് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട്. അത് LDFും പുറകോട്ട് പോയിട്ടുണ്ട്, അത് ശരിയല്ലേ? പക്ഷെ ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോൾ 7-7 നിൽക്കുന്നത്. 7 ജില്ല അപ്പുറത്തും 7 ജില്ല ഇപ്പുറത്താണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോട്ടയം ഇപ്പൊ ഏറ്റവും അവസാനം സംസാരിക്കാൻ പോകുന്നത് പാലായെ പറ്റിയാണ്. ഇത് പാലായിൽ ഞാൻ മുഴുവൻ പറഞ്ഞില്ല. പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം 44 ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയുമ്പോഴും ആന്റി ഇൻകമൻസി സ്വാഭാവികമായിട്ട് കുറച്ച് വരും. 47 സീറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ കോട്ടയം ജില്ലയിൽ ഞങ്ങൾ 5 എണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണം അത് ഇലക്ഷൻ കേസിലേക്ക് പോയിരിക്കുക. ഒരെണ്ണം 130 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതെ, കാഞ്ഞിരപ്പള്ളിയോട് ഇരിക്കുന്നത്. അത് കൗണ്ട് ചെയ്ത് തെറ്റുണ്ടായിരുന്നു. അത് മാത്രമല്ല, പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം പാലാ മേഖലയുള്ള നിയമസഭാ മണ്ഡലത്തിൽ 3 എണ്ണമായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചത്. എന്ന് പറഞ്ഞ കയറി ഇറങ്ങുന്ന ആ ബ്ലോക്കിൽ 3 ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഇച്ചിരി പുറകോട്ട് പോയി. ഇത് ഇപ്പോൾ കടുത്തുരുത്തി പറയും, ഞങ്ങൾ 2128 പാലാ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടിന് മുന്നിലാണ്. കടുത്തുരുത്തിൽ പറഞ്ഞു, കടുത്തുരുത്തി ജില്ലാ പഞ്ചായത്തുകൾ പരാജയപ്പെട്ടു. പക്ഷെ ഗ്രാമപഞ്ചായത്തുകൾ എടുത്തു നോക്കുമ്പോൾ 3300 വോട്ട് ഞങ്ങൾ പുറകോട്ടാണ്. പക്ഷെ ഒരു പഞ്ചായത്തിൽ, മാഞ്ഞൂർ പഞ്ചായത്തിൽ ഞങ്ങൾ 3000 വോട്ട് പുറകോട്ട് പോയി. ബാക്കി പോയത് 1-2 സ്ഥലത്ത് പോയതാ. അപ്പൊ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എവിടെയാ? മാഞ്ഞൂർ പഞ്ചായത്തിൽ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, പാർലമെന്റ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ മെച്ചപ്പെട്ടിരിക്കുകയാണ്. അത് ഈ സീറ്റിന്റെ ചർച്ചയും കൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം. അത് കൊടുത്തു, അത് കൊടുത്തു. മനുഷ്യരിക്കുന്നു പറഞ്ഞാലും പാർട്ടിയുടെ വോട്ട് മുന്നണിയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണകൾ ഈ പറഞ്ഞ ചില മേഖലയിൽ, ചില നമുക്കിപ്പം നമ്മൾ പറഞ്ഞു ശബരിമലയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്തായിട്ട് ബന്ധപ്പെട്ട അത് ജനസാധാരണക്കാരായ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ചില വോട്ടർമാരും അവർ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ വിശ്വാസം തിരിച്ചു പിടിക്കുന്നു. അത് തിരിച്ചു പിടിക്കും. അത് നമ്മൾ കൃത്യമായി ഗ്രൗണ്ട് ലെവലിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റും. അത് ഇപ്പോൾ തന്നെ അതിന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഇത്രയും നാളും പാർട്ടി 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറി. CPIക്ക് കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസിന്റെ എവിടെയെല്ലാം ഉണ്ട്, അതെല്ലാം അവരുടെ സ്ഥാനാർത്ഥിന് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ അവർക്കൊരു സംശയം. ഒരു സീറ്റ് വെച്ചുമാറാൻ ഞങ്ങൾ പോകുന്നില്ല. ആ വെച്ചുമാറണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആ ജില്ലയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ട് CPIയുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ചിന്ത വരത്തില്ല. കുറ്റിയാടി ഞങ്ങൾ നിൽക്കും, ജയിക്കും. അല്ല, അതൊരു ചർച്ചയിലേക്ക് ആയില്ല. അതുകൊണ്ട് അല്ല, സാധാരണ ഞങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി വെക്കുമ്പോൾ അവരൊരു മീറ്റിംഗ് വെക്കാറുള്ളതാണ്. ഞങ്ങൾ അവരെ പേടിച്ചല്ലല്ലോ പോയത്. അപ്പോൾ അതിനകത്തൊരു കാര്യമേ ഉള്ളൂ. ഞാൻ പിന്നെ അതിനകത്തൊന്നും വേറെ ഒന്നുമില്ല. അല്ലല്ല, CPIയുമായിട്ടുള്ള ജനപക്ഷമായിട്ടും ചർച്ചയുടെ വേണോ? SIRുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും നമ്മൾ നടത്തി. SIRുമായി ബന്ധപ്പെട്ട് ഉള്ള വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം ആ വോട്ടർമാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന മാത്രമല്ല, പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ ഏറ്റവും അവസാനം ലിസ്റ്റിലേക്ക് വാടക ചീട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർ വന്ന് കയറും. അതിന്റെ ലിസ്റ്റ് വരുന്നത് 23-ാം തീയതി ആയിരിക്കും. ഫെബ്രുവരി 21, 22, 23-ാം തീയതി ആയിരിക്കും. പക്ഷെ അന്നേരം പിന്നെ പരാതി കൊടുക്കാൻ സമയമില്ല. അത് ഇങ്ങനെയുള്ള അനധികൃതമായിട്ടുള്ള വോട്ടർമാർ അതിനകത്ത് വന്ന് കയറും. അങ്ങനെയാണ് നമുക്ക് തൃശ്ശൂരും മറ്റ് സ്ഥലങ്ങളിലും ബീഹാറിലും അതുപോലെ തന്നെ കർണാടകത്തിലുണ്ടായത്. അത് ഇവിടെ ശ്രദ്ധിക്കണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പം
നിയമമാണ് തോന്നുന്നത്. ഒന്ന് ചോദിക്കാം. റോഷി മുഖ്യമന്ത്രിയായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യും. മന്ത്രിയല്ലേ, ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. വേറെ ഒന്നും ചോദിക്കാം. ഓക്കെ ഇത് മീറ്റിംഗ് ഇത്രയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ഒരു സന്തോഷമായി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അപ്പോൾ ഇനി എല്ലാ ദിവസവും എന്നോട് ചോദിക്കരുത് നിലപാട് എന്താ. എല്ലാ ദിവസവും രാവിലെ ഞാൻ പാലായിക്ക് നിങ്ങളെ വിളിക്കും, ഞാൻ പറയുന്ന നിലപാട് എങ്ങനെയാണ്, മരണമല്ല. അപ്പോൾ സന്തോഷം. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.